ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു കോസ്മിക് കപ്പിൾ. കോസ്മിക് കപ്പിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആമി കുഞ്ഞ, ആമി ഗായ്സ്, ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. ഫർസാനയുടെയും ഷഹീറിൻ്റെയും രണ്ടുപേരും ഞങ്ങളുടെ ചങ്കാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഫ്രണ്ട്സിൻ്റെ ആരുടെയെങ്കിലും കല്യാണം കൂടണമെന്ന്. അപ്പോൾ ഇപ്പോൾ പറ്റിയിട്ടുള്ളൂ. കാരണം ഓരോരുത്തർ വിളിക്കുമ്പോഴും ഓരോ തടസ്സങ്ങളായിരുന്നു. പ്രസവിച്ച് കിടക്കുക, പ്രഗ്നൻ്റ് ആയിരിക്കുക, അങ്ങനത്തെ ഒക്കെ ഓരോ കാരണങ്ങളായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷേ പ്രാവശ്യം എന്തായാലും പോകണമെന്ന് എനിക്ക് വാശി തന്നെയായിരുന്നു. അപ്പോൾ ഏട്ടൻ ഉണ്ടായിരുന്നില്ല, ഞാനും ആമയും കൂടിയിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ അവർ 8ാം ക്ലാസ് മുതലുള്ള പ്രണയമാണ് കേട്ടോ. ഇതുവരെയായിട്ട് അതിലൊരു കോട്ടവും തട്ടിയിട്ടില്ല. ഇതുവരെ കല്യാണം വരെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി അവർ ഒരുമിച്ച് ഒരുപാട് കാലം ജീവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഫ്രണ്ട്സൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ 11 മണി മുതലേ പരിപാടി കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു 11:15 ആകുമ്പോഴത്തേനും എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആലോചിക്കുകയാണ് കുറച്ചും കൂടി വൈകിട്ട് എത്തിയാൽ മതിയായിരുന്നു. കാരണം 1 മണിയൊക്കെ ആകുമ്പോഴാണ് ഫ്രണ്ട്സൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും ഭയങ്കരമായിട്ട് മിസ്സായി. കുറച്ച് പേരെ കാണാൻ പറ്റിയുള്ളൂ. 4-5 വർഷമായി ഓരോന്നിനെ കണ്ടിട്ട്. അപ്പോൾ ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ പോട്ടെ, അവന് ഒരാളുടെ കല്യാണം കൂടി വരുന്നുണ്ട്, നമ്മുടെ സുരണ്ണയുടെ കല്യാണം കൂടി വരുന്നുണ്ട്. അപ്പോൾ അടിച്ചു പൊളിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പെണ്ണിനെ കണ്ടില്ലേ, അവളാണ് കേട്ടോ ഫർസാന. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് സ്റ്റേജിൽ കയറിയതായിരുന്നു. ഗിഫ്റ്റ് കൊടുക്കൽ, ഫോട്ടോ എടുക്കലൊക്കെ ആയിട്ട്. അപ്പോൾ തിരക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഇറങ്ങാൻ നേരത്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തിരക്കൊക്കെ വന്നു തുടങ്ങിയത്, 12:30 ആകുമ്പോൾ. അപ്പോൾ പിന്നെ അവളേനെ ഇങ്ങനെ സ്റ്റേജിലേക്ക് ഇങ്ങനെ ആനയിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതുപോലെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടി, പൂവിൻ്റെതൊക്കെ ആയിട്ട്. പിന്നെ പറഞ്ഞു എല്ലാവരും 12 മണിയൊക്കെ ആകുമ്പോൾ പോയി ഫുഡ് കഴിച്ചു എന്ന് പറഞ്ഞു, തിരക്ക് കൂടുന്നതിന് മുന്നേ. അപ്പോൾ ഞങ്ങളങ്ങോട്ട് കയറാൻ നേരത്ത് ദിനുവിനെയും കപിലിനെയും കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക, ഫുഡ് റൂമിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ ചിക്കൻ ചില്ലിയും ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ. പക്ഷെ അമ്മയ്ക്ക് ബീഫ് ബിരിയാണി ഇഷ്ടമല്ല. എന്നുവെച്ചാൽ ബീഫ് അമ്മ കൂട്ടാറില്ല. അമ്മയ്ക്ക് അബദ്ധം പറ്റിയതാണെന്ന്. എന്താ പറയുക, ബീഫ് കൂട്ടാത്തവർക്ക് വേറെ സെപ്പറേറ്റ് ഫുഡ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളത് നമുക്ക് അറിയണ്ടായിരുന്നില്ലല്ലോ. പിന്നെ കുഴപ്പമൊന്നുമില്ല, ബീഫൊക്കെ മാറ്റി വെച്ച് അമ്മ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു. എന്നൊരു ഫുഡ് സൂപ്പറായിരുന്നു, അടിപൊളി ഫുഡായിരുന്നു. അമ്മയുടെ കണ്ണ് കുത്തരുത്തിട്ടാ. അപ്പോൾ ആമിക്ക് അവിടുന്ന് കൂട്ടുകാരനൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴാണ് ഐസ്ക്രീം കണ്ടത്. പിന്നെ ഞങ്ങൾ ഞാനും അമ്മ എല്ലാവരും കൂടിയിട്ട് ഓരോ ഐസ്ക്രീമൊക്കെ വെച്ച് കഴിച്ചു. പക്ഷെ ആമിക്കും വേണമെന്ന് പണ്ട് ഗംഭീര വാശിയായിരുന്നു. അപ്പോൾ ഒരു ഫോണിൽ കുറച്ച് ഐസ്ക്രീം ആക്കിയിട്ട് കൊടുത്തു. ഇന്നലെ അങ്ങോട്ട് ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നേ പെണ്ണിന് ചുമയും കഫക്കെട്ടായിട്ട്. പറഞ്ഞാൽ കേൾക്കണ്ടേ, അവൾക്ക് ഭയങ്കര വാശിയായി. വേണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാശി പിടിച്ച് തട്ടിപ്പറിച്ച് മേടിക്കായിരുന്നു. പിന്നെ ശ്യാമ്, ഗോകുല്, അങ്ങനെ കുറച്ചെണ്ണത്തിനൊക്കെ കണ്ടായിരുന്നു. പിന്നെ ഇത് രേവതിയാണ്. രേവതി ഞങ്ങളുടെ പൈങ്കള തന്നെയാണ് കേട്ടോ, അവളുടെ അമ്മയുടെ വീട് വന്നിട്ട്. പിന്നെന്താ പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങളൊരു 12 ആകുമ്പോൾ ഇറങ്ങി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമിക്ക് ചോറ് കൊടുക്കണം. ആമി കുറച്ച് ബിരിയാണിയൊക്കെ കഴിച്ചായിരുന്നു. പക്ഷെ 4 ആൾക്ക് ചോറ് കൊടുത്തില്ലെങ്കിൽ അവൾ പിന്നെ ഗംഭീര കരച്ചിലാവും വിശപ്പ് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഞങ്ങൾ ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഗൈസ്. ഞങ്ങൾ പിന്നെ ഒരു 3/4 മണിക്കൂർ കൊണ്ട് വീടെത്തും ചെയ്തു കേട്ടോ. ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കിടന്നുറങ്ങി കുറച്ച് നേരം. ഉറങ്ങി എണീറ്റപ്പോൾ അമ്മ എനിക്കൊരു പണി തന്നു, ഉള്ളി അരിയാൻ വേണ്ടിയിട്ട്. മട്ടൻ മേടിച്ചായിരുന്നു കേട്ടോ. മട്ടനും പിന്നെ ആടിൻ്റെ കുമ്പും കരളും എന്ന് പറയും, അതിങ്ങനെ മരുന്ന് പോലെ വെക്കും. അതൊക്കെ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ട് പ്രസവിച്ച് കിടക്കുന്ന സമയത്തായിരുന്നു ആ മരുന്ന് പോലെ വെച്ച് തരായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടം. ആ സമയത്ത് കഴിച്ചതാണ്. പിന്നെ ഒരു കൊല്ലമായി കഴിച്ചിട്ട്. അപ്പോൾ അമ്മ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതിങ്ങനെ അരിയാണ്. കുറച്ചധികം ഉള്ളി അതിങ്ങനെ വറുത്ത് കാച്ചുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് കിട്ടുക. പിന്നെ ഞങ്ങൾ കല്യാണത്തിനൊക്കെ പോയി വന്നപ്പോൾ ഉണ്ട് ഏട്ടൻ വരുന്നത്. അതുവരെ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ ആൾ ഞങ്ങൾ പോകുന്നതിൻ്റെ പിറ്റത്തെ ബസ്സിൽ വീട്ടിലെത്തിയിറക്കണം. പിന്നെ കുറച്ച് മട്ടൻ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് മട്ടനും പിന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇതുപോലെ മരുന്ന് പോലെ വെച്ചിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് ഗൈസ്, അടിപൊളി ടേസ്റ്റാണ്. അമ്മമ്മയാണ് കേട്ടോ അതൊക്കെ വെക്കണത്. അമ്മമ്മയാണ് ഇതിൻ്റെ കുക്കിങ്.
അപ്പോൾ അതൊക്കെ കാരണം അടുക്കളയൊക്കെ ആകെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അമ്മ ഒരു പണിയിൽ, അമ്മമ്മ ഒരു പണിയിൽ, ഞാനൊരു പണിയിൽ. അങ്ങനെ ആമി മാമൻ്റെ മക്കളുടെ അടുത്തുണ്ട്, ദുദൂൻ്റെയും കുഞ്ഞാറ്റോടെയും അടുത്തുണ്ട്. അപ്പോൾ അവൾ അവിടെ ഇരുന്നിട്ട് കളിച്ചോളും, വലിയ ബഹളമൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു തല്ലൂട്ടൊക്കെ കാണാം ചില സമയത്ത്. നന്നായുള്ളൂ ലാമിയേ, നന്നായുള്ളൂ പറ. കൊടുക്കടി 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 കുട്ടിക്ക്, കൊടുക്കടി കുട്ടിക്ക് മോക്കോ, കൊടുക്കടി കുട്ടിക്ക് മോക്കോ. പിച്ചിട്ടടി ഞങ്ങള്, പിച്ചിട്ടടി ഞങ്ങള്. ആമി ഉറുമ്പ് കാണിക്കുന്ന കാണിച്ചിട്ട് ഉറുമ്പ് കടിക്കുക, ഉറുമ്പ് കടിക്കുക, ഉറുമ്പ് കടിക്കുക. ഉറുമ്പ് എങ്ങനെ കടിക്കുക? ഉറുമ്പ് എങ്ങനെ അടിച്ചാ? ഉറുമ്പ് കടിച്ച, ഉറുമ്പ് കടിച്ച. ഗായ്സ്, ഇത് ബർത്ത്ഡേയുടെ ബാനറാണ് കേട്ടോ. അന്ന് വീഡിയോയില് കാണിക്കാൻ മറന്നു പോയി. ഇതാണ് കേട്ടോ, നല്ല രസമല്ലേ കാണാൻ. ഇത് കോഴിക്കോട് ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊടുന്നതായിരുന്നു. ഉണ്ണിക്ക് 90 കഴിഞ്ഞിട്ട് പോകുമ്പോൾ, 90 കഴിഞ്ഞിട്ട് പോകുമ്പോൾ കൊടുന്നതാ. ഇപ്പോഴാണ് നന്നായിട്ട് ഉണ്ടാവാൻ തുടങ്ങിയത്. ഇനി മഴക്കാലൊക്കെ ആയിക്കഴിഞ്ഞാൽ നന്നായിട്ട് ഉണ്ടാവും കുറച്ചും കൂടി. ഇനി ഹൈറ്റ് വയ്ക്കും. ഗായ്സ്, എൻ്റെ ചെണ്ടുമല്ലിയൊക്കെ കരിഞ്ഞു പോയി വെയിൽ കാരണം. ഉണ്ടോ ഒക്കെ വേറെ ഉണ്ടാവട്ടെ. ഉണ്ടോ അപ്പടി കരിഞ്ഞു പോയി. എത്ര ഉണ്ടായിരുന്നു ഇവിടെ, നിറച്ചുണ്ടായിരുന്നു, ഒക്കെ പോയി. നമ്മള് പുതിയ കോഴിനൊക്കെ വാങ്ങിച്ചു. യൂട്യൂബിലിടണോ കളിക്കടി കളിക്കടി.